എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ 5th ചക്ര അല്ലെങ്കിൽ 5ാമത്തെ ചക്രയായിട്ടുള്ള ത്രോട്ട് ചക്ര, അതിൻ്റെ ആക്ടിവേഷനെ കുറിച്ച്, ബീജമന്ത്രത്തിനെ കുറിച്ച്, അതിനെ സിഗ്നിഫൈ ചെയ്യുന്ന കളർ, അവിടെ കൊടുക്കുന്ന മുദ്ര, അതിൻ്റെ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആകുമ്പോഴും ആക്ടിവേറ്റ് അല്ലാത്തപ്പോഴും ഉണ്ടാകുന്ന നമ്മളുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതിനെല്ലാം കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും എല്ലാം തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ 5ാമത്തെ ചക്രയാണ് ത്രോട്ട് ചക്ര. അതിനെ സംസ്കൃതത്തിൽ വിശുദ്ധി ചക്ര അല്ലെങ്കിൽ വിശുദ്ധ ചക്ര എന്നൊക്കെ പറയും. വിശുദ്ധ എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധം, പ്യുവർ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമ്മളുടെ ത്രോട്ട് ചക്ര വളരെ പ്യുവറാക്കി വയ്ക്കുക എന്നതാണ്. ത്രോട്ട് ചക്ര എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ തൊണ്ട അല്ലെങ്കിൽ ത്രോട്ടിൻ്റെ ഏറ്റവും ബേസിലായിട്ടാണ്, അല്ലെങ്കിൽ ലാരിങ്സ് എന്ന് പറയുന്ന അവിടെയാണ് ത്രോട്ട് ചക്ര സ്ഥിതി ചെയ്യുന്നത്. ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് അല്ലാതിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ ആരോടായാലും, മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ആരായാലും, അപരിചിതനായിക്കോട്ടെ പരിചിതനായിക്കോട്ടെ, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധത്തിൽ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആശയവിനിമയം നമുക്ക് നല്ല കൃത്യമായി എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള നമ്മളുടെ ആ ഒരു ഓപ്പൺനെസ്, അതാണ് ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കുമ്പോൾ ഉള്ള ഗുണം. ആക്ടിവേറ്റ് ആക്കാതിരിക്കുമ്പോൾ ഈ ആശയവിനിമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾക്കുണ്ടാകുന്ന ഡിപ്രഷൻ, അല്ലെങ്കിൽ നിരന്തരമുള്ള തലവേദന, അല്ലെങ്കിൽ തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ആ ഒരു ഇംബാലൻസും കാര്യങ്ങളും കൊണ്ട് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും രണ്ട് രീതിയിലുള്ളത് വെച്ചിട്ട് നമ്മൾക്കുണ്ടാകുന്ന ശരീരത്തിന് വണ്ണം വയ്ക്കൽ, അല്ലെങ്കിൽ വണ്ണം ഇല്ലാതെ വെയിറ്റ് ലോസ് ആവുന്ന, ശരീരത്തിന് ഭാരമില്ലാതാവുന്ന ഒരവസ്ഥ, മുടി കൊഴിച്ചിൽ, പിന്നെ ഡിപ്രഷൻ, സ്ലഗിഷ്നെസ്, ഇതെല്ലാം ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് അല്ലാതിരിക്കുമ്പോഴുള്ള കാരണങ്ങളാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് എൻ്റെ മനസ്സിൽ എന്താണോ നോ ആണെങ്കിൽ നോ പറയാനായിട്ടുള്ള നമ്മൾ സംഭരിക്കേണ്ട ധൈര്യം, എന്താണോ എൻ്റെ മനസ്സിലുള്ള ആശയം അത് തുറന്നു പറയാനുള്ള ആ ഒരു മനസ്സ്. പ്രത്യേകിച്ചും ത്രോട്ട് ചക്ര ആക്ടിവേഷൻ സ്ത്രീകളും പെൺകുട്ടികളും മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് ഞാൻ പറയും. കാരണം അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചൂഷണത്തിന് വിധേയമാകുമ്പോൾ, ഒരു പ്രശ്നം നടന്നതിന് ശേഷം എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റിയില്ല, ഞാനന്ന് ബഹളം വയ്ക്കാനോ ശബ്ദം പുറപ്പെടുവിക്കാനോ എനിക്കന്നേരം എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്നൊക്കെ നമ്മൾ പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ വളരെയധികം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജി നിന്നുകൊണ്ട് അത് വളരെ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഒന്നും നമ്മുടെ മുന്നിലേക്ക് വരില്ല. വന്നാൽ തന്നെയും സാധ്യതകളോ സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈശ്വരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് അവിടെ പ്രതികരിക്കാനുള്ള ഒരു ശക്തിയാണ് ത്രോട്ട് ചക്ര ആക്ടിവേഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. ത്രോട്ട് ചക്ര ആക്ടിവേഷൻ്റെ സിഗ്നിഫൈ ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് നീല നിറമാണ്. നമ്മുടെ സ്കൈ ബ്ലൂവിൻ്റെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു കളർ. അവിടുത്തെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഹം ആണ്, HAM, ഹം എന്നാണ്. ഇനി ഞാനവിടെ കൊടുക്കുന്ന മുദ്ര എന്ന് പറയുന്നത് ഈ രണ്ട് കൈയുടെയും വിരലുകളെല്ലാം അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ തള്ളവിരൽ ഇങ്ങനെ നിർത്തി വെച്ചുകൊണ്ട് ഇതാണ് മുദ്ര. ഇതിനെ കൈ എനർജി എന്നാണ് പറയുന്നത്. കൈ എനർജി ഇവിടെ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഐ ആം സൈക്കിക്. ഞാൻ സൈക്കോ എന്നല്ല പറഞ്ഞത്, സൈക്കിക് എന്നാണ് പറഞ്ഞത്. ഈ മുദ്രയെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രശ്നം, ഒരു സാധ്യത, ഒരു വാർത്ത, ഒരു വ്യക്തി വരുന്ന സമയത്ത്
അവരുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത്, എന്തിനാണ് അവരെൻ്റെ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് ഒരു സൈക്കിക് എബിലിറ്റി വെച്ച് നമ്മളുടെ ഇൻഡ്യൂഷൻ, നമ്മളുടെ ട്രൂ സെൽഫ്, നമ്മുടെ ഹയർ സെൽഫ് നമ്മളോട് പറയും, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇന്നതിന് വേണ്ടിയാണ്, സോ ഈ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ നേർവഴിക്ക് മാത്രം നയിക്കും. അപ്പോൾ ഈ മുദ്രയെ ഇങ്ങനെ വെച്ചുകൊണ്ട്, കിയ എനർജി എന്ന് പറയുന്ന ഈ മുദ്രയെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ബീജമന്ത്രമായിട്ടുള്ള ഹം 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 ഇങ്ങനെ നിങ്ങൾ ഉരുവിടുക. ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ഏറ്റവും കൂടുതൽ നടക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പരമമായിട്ടും സന്തോഷമായിട്ടും, എനിക്ക് എന്നെ പോലുള്ളവർക്ക് കൂടുതലും സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ബോഡി, മൈൻഡ്, സോൾ ഈ മൂന്നാലും കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളുടെ ട്രൂ സെൽഫ്, നമ്മുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലേക്ക് ഒരു കണക്ഷനും ആത്മാവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിരന്തരം നമുക്ക് നടത്തുവാനും, നമ്മളുടെ മുന്നിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ആത്മാവ് നമ്മളോട് മന്ത്രിക്കും, അതങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു എന്നൊക്കെ നമ്മളോട് പറയും. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അങ്ങനെയൊക്കെ നടക്കുമോ, അതൊന്നും അത്ര അങ്ങോട്ട് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്നതാണ്. കാരണം നമ്മളുടെ ഹിമാലയത്തിലും ഒക്കെ ഇരുന്ന് തപസ് ചെയ്ത് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നമ്മളുടെ ഭാരത സംസ്കാരത്തിലൂടെ നടന്നുപോയ ആത്മീയ ആചാര്യന്മാർ ഇതുപോലെയെല്ലാം നേടിയെടുത്തതിന് ശേഷം നമ്മുടെ മുന്നിലേക്കൊരു വെളിച്ചം പോലെ തന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ പവറാണ് നമ്മൾ കൂട്ടുന്നത്. ഓരോ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത്രത്തോളം പവർ കിട്ടിക്കൊണ്ട് പ്രതിരോധിക്കാൻ, റെസിസ്റ്റ് ചെയ്യാൻ, നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾക്ക് തുറന്ന് പറയാൻ, കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അങ്ങനെ നമ്മളുടെ മുന്നിലുള്ള എല്ലാ ബന്ധങ്ങളെയും നല്ലതെങ്കിൽ നല്ല രീതിയിൽ, നല്ലതല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നമ്മൾക്ക് എടുത്തു മാറ്റാനും, അങ്ങനെ നമ്മളുടെ ജീവിതം, നമ്മളുടെ ലൈഫ്, നമ്മളുടെ ഓരോ സെക്കൻഡും വളരെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കാനും ഈ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ അല്ലെങ്കിൽ ഓരോ ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങളെ സഹായിക്കും. ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ അവിടെ എലമെന്റ് എന്ന് പറയുന്നത് സ്പേസ് ആണ്, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ നേർവഴിയിൽ നയിക്കും. ആക്ടിവേറ്റ് ചെയ്യാത്തപ്പോൾ അതിനെ തെറ്റായ രീതിയിലും നമ്മൾക്ക് കൊണ്ടുപോകേണ്ടി വരും. ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചും അവരുടെ എല്ലാം മനസ്സിനെ നേരെ വെച്ച് സന്തോഷിപ്പിച്ച് അവരെ എല്ലാം നേരെ സന്തോഷമായിട്ട് രീതിയിൽ നമ്മൾ എത്ര സങ്കടപ്പെട്ടാലും ബാക്കി എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ, എനിക്കത് മതി എന്ന് പറഞ്ഞ് ജീവിക്കാനാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓർത്തു വയ്ക്കുക, ലോകത്തുള്ളവരും ചുറ്റിനുള്ളവരും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. എനിക്കെന്താണോ സമാധാനം, എനിക്കെന്താണോ സന്തോഷം, ആ രീതിയിൽ മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവാതെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് നമ്മൾക്ക് ഉത്തമമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ് ഈശ്വരൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർ അംഗീകരിക്കുന്നവർ നിങ്ങളുടെ അടുത്തേക്ക് വരും, അംഗീകരിക്കാത്തവർ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും ഈ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ഒന്ന് ചെയ്യുക, വീഡിയോ കാണുക, മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ട് തരുന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല പ്രോത്സാഹനം തരിക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി.